ബ്രേക്ക്ഫാസ്റ്റിന് പുട്ട് കഴിച്ചു മടുത്തോ? നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ സ്പെഷ്യൽ പുട്ട്, ചക്കപ്പുട്ട്. എത്ര കഴിച്ചാലും ഇത് മടുക്കുമല്ല, അത്ര ഒരു ടേസ്റ്റി ഉള്ള പുട്ടാണിത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും കുക്ക് വിത്ത് സോഫിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏത് കറിയും കൂട്ടി കഴിക്കാവുന്ന ഒരു പുട്ടാണ് ഈ ചക്കപ്പുട്ട്. ഞാൻ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നത് ഒരു മുട്ട റോസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ചേരുവകളും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കാണാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിന് ഞാൻ പച്ചച്ചക്കയാണ് എടുത്തിരിക്കുന്നത്. ഇത് 1.5 കപ്പ് ചക്ക അരിഞ്ഞ് വെച്ചതാണ്. പച്ചച്ചക്ക, വരിക്കച്ചക്കയാണിത്. പുട്ടിനെടുത്തിരിക്കുന്നത് മട്ടി അരിയുടെ പൊടിയാണ്. ഇത് വറുത്തതല്ല, ഇപ്പം ഞാൻ പൊടിച്ചെടുത്തതാണ്. പിന്നെ കുറച്ച് തേങ്ങ, ഉപ്പ്, ആവശ്യമെങ്കിൽ വെള്ളം. ഇതിന് 3 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ പഴുത്ത 2 തക്കാളിപ്പഴം, 3 പച്ചമുളക്, 5 അല്ലി വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, 5 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഉപ്പ്, വെളിച്ചെണ്ണ, വെള്ളം, കറിവേപ്പില. ആദ്യം ഈ ചക്കയൊന്ന് അരച്ചെടുക്കണം. അതിനൊരു മിക്സിയുടെ ബൗളിലേക്ക് മാറ്റാം. ഇത് വെള്ളം ഒഴിക്കാതെ വേണം അരക്കേണ്ടത്. നല്ല പേസ്റ്റായിട്ട് അരക്കണമെന്നൊന്നുമില്ല, ഒന്ന് നന്നായിട്ട് ചതഞ്ഞ് കിട്ടിയാലും മതി. പേസ്റ്റായിട്ട് അരിഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ വെള്ളം ഒഴിക്കാതെ ഒന്ന് അരച്ചെടുക്കണം. എനിക്കിപ്പോൾ ഇത് ഏകദേശം അരിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് പുട്ടിനൊന്ന് കുഴച്ച് വെക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അരച്ച ചക്ക കുറേശ്ശെ ചേർത്ത് ഇതിൻ്റെ അകത്ത് കുഴച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ചേർക്കാം. ഇപ്പം ഇതിങ്ങനെ വെള്ളം കൂടി പോയെന്ന് ഓർത്തുകൊണ്ട് കുഴപ്പമില്ല. ഇത് 10-15 മിനിറ്റ് നമ്മൾ മാറ്റി വെക്കാനുള്ളതാണ്. അന്നേരത്തിനത് പൊടി ശരിയായിട്ട് വന്നുള്ളൂ. ഇതൊരു 15 മിനിറ്റ് മാറ്റി വെക്കാം. സവാള അതിന് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. അതുപോലെ തക്കാളിപ്പഴം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും ചേർക്കാം. വെളുത്തുള്ളി മൂത്ത മണം വന്ന് അതിലേക്ക് സവാള ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർക്കാം. സവാളയൊന്ന് ബ്രൗൺ നിറമാകണം. മുട്ട റോസ്റ്റിന് സവാള നന്നായിട്ടൊന്ന് മൂത്ത് വരണം. എന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങോട്ട് കരിഞ്ഞു പോകരുത്, നന്നായിട്ട് കളറ് മാറി വരണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇപ്പം ഏകദേശം സവാള വഴന്ന് വന്നിട്ടുണ്ട്. ഇത് അല്പം കൂടെ ആയാലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് അതിലേക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇതൊന്ന് വഴറ്റിയെടുക്കാം.
പെരിഞ്ചീരകവും കുരുമുളകും കൂടെ ഞാനൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ചേർക്കാം. പൊടികളുടെ പച്ചമണം നന്നായിട്ട് മാറിക്കിട്ടണം. അതിലേക്ക് ഗരം മസാലയുടെ പകുതി ചേർക്കാം. പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിപ്പഴവും പച്ചമുളകും കൂടെ ചേർക്കാം. നന്നായിട്ട് തക്കാളിപ്പഴം ഒന്ന് വെന്തുടയണം. നമുക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ തക്കാളിപ്പഴം ഒന്ന് നന്നായിട്ട് വെന്തുടഞ്ഞു വരണം. ഈ ഒരു മീഡിയം ഫ്ലെയിമിലോ അതിൽ കുറച്ചോ ഇട്ടാൽ മതി. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. നമുക്കിതൊന്ന് നോക്കാം. തക്കാളിപ്പഴമൊക്കെ വെന്തൊന്ന് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒന്ന് നന്നായിട്ട് ചൂടായി വരണം. തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഉപ്പ് നോക്കണം. ഉപ്പ് എനിക്കൊരല്പം കൂടെ വേണം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അത് എന്തിനാണെന്ന് വെച്ചെന്നാൽ ഈ തക്കാളിപ്പഴത്തിൻ്റെ പുളിയും എരിവും എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്യാനാണ്. അപ്പം കൂട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ടയൊന്ന് വരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറച്ച് വെക്കണം. ഇനി ഈ മസാലയും ഈ മുട്ട എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരണം. എന്ന് പറഞ്ഞാൽ മസാല മുട്ടയിലൊന്ന് പിടിക്കണം. ഇങ്ങനെ ഇന്ന് പൊതിഞ്ഞിരിക്കണം. അങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഇനി ഇത് തീ കുറച്ച് വെച്ച് ഒരു 2 മിനിറ്റ് മൂടി വെക്കാം. മുട്ട ചേർത്ത് കഴിഞ്ഞ് 2 മിനിറ്റ് മൂടി വെച്ചിരുന്നതാണ്. ഇനി അതിലേക്ക് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ഗരം മസാല ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. 15 മിനിറ്റ് മുമ്പ് നമ്മൾ പുട്ടിനൊന്ന് നനച്ച് വെച്ചതാണ്. ചക്കയൊക്കെ ചേർത്ത് ദേ ഇപ്പം കണ്ടില്ലേ, ആ വെള്ളം വയൊക്കെ ഒന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് കുറച്ച് തേങ്ങ ചേർക്കാം. തേങ്ങയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൂടുതലോ കുറവോ ഒക്കെ ചേർക്കാം. ഇനി പുട്ടിനുള്ള പൊടി ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാം. മേളിലും കൂടെ അല്പം തേങ്ങ ഇടാം. കുക്കറിൽ വെള്ളം തിളച്ച് കിടപ്പുണ്ട്. നമുക്ക് ഈ പുട്ട് കുറ്റി അതിലേക്ക് വെക്കാം. ഇതൊന്ന് അടച്ച് വെക്കാം. ഒരു 6 മിനിറ്റ്. നന്നായിട്ട് ആവി വന്നു കഴിഞ്ഞ് തീ കുറച്ചിട്ട് കൊടുക്കണം. നമുക്കിത് വെന്തോന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ചക്കപ്പുട്ട് റെഡിയായി. പച്ച ചക്ക കൊണ്ടുള്ള ചക്കപ്പുട്ട് റെഡിയായി. നല്ല ടേസ്റ്റുള്ള ഒരു പുട്ടാണിത്. ഞാനിതിന് മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് ഏത് കറിയും നമുക്ക് ഉപയോഗിക്കാം. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.